ഹലോ, യോഗ പ്രാണവിദ്യയുടെ ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജി എന്ന കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ അത്ഭുതകരമായ നമ്മളുടെ അവയർനെസ്, നമ്മുടെ ഫീലിംഗ് കപ്പാസിറ്റി കൂട്ടുക എന്നാണ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഹീലിംഗ് പഠിക്കുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്താറുണ്ട്. ഫീലിംഗ് ചെയ്ത് എനർജി ബോഡി എവിടെയാണെന്നും നമ്മുടെ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ രോഗത്തെ കണ്ടെത്തി, കൺജസ്റ്റഡ് ആയിട്ട് ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഏരിയകളെ കണ്ടെത്തി, അല്ലെങ്കിൽ ഓറയിൽ വേറെ അസുഖകരമായ ഊർജ്ജങ്ങൾ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ശരീര അവയവങ്ങൾക്ക് വന്നിട്ടുള്ള ഡിപ്ലീഷൻ ഓർ കൺജഷൻ, അവിടെ ഡിസീസ്ഡ് എനർജി ഉണ്ടെന്നൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടെത്താറുണ്ട്. ഇവിടെ ദ ടെക്നോളജി ഓഫ് ഫീലിംഗ് സബ്റ്റിൽ എനർജിയിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഊർജ്ജത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്, അതിൻ്റെ രൂപത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ മണത്തെക്കുറിച്ചൊക്കെയാണ്, അതിൻ്റെ ഫീലിങ്ങിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചാണ്. രോഗത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ഉപയോഗിക്കുക. രോഗത്തിന് ഉപയോഗിക്കേണ്ട തെറ്റൊന്നുമില്ല. പക്ഷെ മറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ളത് കണ്ടെത്താം. നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ മൊബൈലുകൾ നമ്മൾ ഷോപ്പ് ഉടമ നിരത്തി വെച്ചു. എല്ലാം നല്ലത് തന്നെ, എല്ലാം സമാന വിലയൊക്കെ തന്നെ. നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നാം നമ്മോട് ചോദിക്കുക, എനിക്ക് സൂട്ടബിൾ ആവുന്നത്, എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, എൻ്റെ കൂടെ അത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കാൻ സഹായിക്കുന്നത് ഏത് മൊബൈൽ ഫോണാണ് എന്ന് നമ്മൾ ഉള്ളിലൊരു ചോദ്യം ചോദിക്കുക. എന്നിട്ട് നമ്മുടെ കൈകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഊർജത്തെ കണ്ടെത്താനുള്ള പരിശീലനമാണ്. നമുക്ക് ഏതാണ് അതിൽ മികച്ചത്, നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മാവിനും പ്രിയപ്പെട്ടത് ഏതായിരിക്കുമെന്ന് നമുക്ക് കയ്യിലേക്ക് അത് അറിയിപ്പ് തരുന്നൊരു സംവിധാനമാണ്. അതുപോലെ നമ്മൾ ഏത് മേഖലയിലും നമുക്ക് ഈ ഫീലിംഗ് ദ ടെക്നോളജി ഓഫ് സട്ടിൽ എനർജീസ് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകണം, ഒരു കല്യാണ അന്വേഷണം വരുമ്പോൾ വരനെക്കുറിച്ച് നമുക്ക് സ്കാനിങ് ചെയ്ത് പറയാം. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ്, അപ്പോൾ അദ്ദേഹം അവിടെ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു വലിയൊരു കമ്പനിയിൽ. പണ്ട് നമ്മളങ്ങനെ അറിഞ്ഞ് ചിലപ്പോൾ ആരുടെങ്കിലൊക്കെ അന്വേഷിക്കാൻ നമുക്ക് കൃത്യമായിട്ട് അതൊന്നും അറിയാതെയൊക്കെ കല്യാണങ്ങൾ നടന്നിട്ടുള്ളതും എൻ്റെ ബന്ധത്തിലും അതുമാതിരി പരിചയക്കാർക്കൊക്കെ പലപ്പോഴും ചില വീഴ്ചകൾ പറ്റിയതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ വരൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്വാധീനങ്ങളെക്കുറിച്ചും, അവിടെ വഴക്കുകളുണ്ടാക്കുന്ന വീടാണോ അല്ലെങ്കിൽ അവിടെ സ്പിരിച്വൽ കണക്ഷൻ കൂടുതലുള്ള വീടാണോ, ആ വീട്ടിലേക്ക് ഡിവൈൻ എൻട്രി ഉണ്ടോ, അതോ അവരുടെ ആ അടിത്തറ തന്നെ പുറമേക്ക് കാണുന്ന സൗകര്യങ്ങളും പെരുമാറ്റങ്ങളും അല്ല, അതിൻ്റെ അപ്പുറത്ത് അതിലും കൂടുതൽ മികച്ചതാണോ അതിൽ കുറഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ ആ സ്ഥലം നമുക്ക് അനുയോജ്യമായതാണോ എന്ന് നമുക്കതിൽ നിന്ന് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ പറ്റും. അതിന് വ്യത്യസ്തമായ തലത്തിൽ ആ സ്വാധീനങ്ങളെ, ആ അറിവിനെ വളരെ ആന്തരികമായ, അതീന്ദ്രിയമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു പരിശീലനമാണ് ഈ ദ ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജീസ്. മഹാത്മാ ചവാക്കോക്സി തയ്യാറാക്കിയ പാഠ്യപദ്ധതി പ്രകാരം അത് വളരെ വിദഗ്ധമായിട്ട് നമുക്ക് പരിശീലിച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ കോഴ്സ് നടക്കുമ്പോൾ ഇവിടെ ശക്തൻ കൊട്ടാരത്തിലൊക്കെ സ്റ്റുഡൻസായിട്ട് ഞാൻ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കൊട്ടാരത്തിലുള്ള പഴയ വാളുകൾ, കത്തികൾ, അതുപോലെ തന്നെ അടുക്കളയിലുള്ള പാത്രങ്ങൾ, അതിലൊക്കെ ഏതിനം ഭക്ഷണ പാനീയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, അന്നത്തെ കാലത്ത് ഏതാണ് അതിൽ ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്കിത് വിശ്വസിക്കാനായിട്ട് തോന്നില്ല, പക്ഷെ നിങ്ങൾക്കിത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളിത് എങ്ങനെ നടക്കുമെന്നുള്ള ഒരു ചിന്ത ഇത് കേൾക്കുമ്പോൾ വരും. പക്ഷേ നമ്മുടെ ചില സാധനങ്ങളിൽ കൂടെ, നമ്മുടെ പരിശീലനങ്ങളിൽ കൂടെ, യോഗ പ്രാണവിദ്യയിൽ തയ്യാറാക്കിയിട്ടുള്ള ചില പരിശീലന സാധനങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ വാളുകൾ, അതായത് യുദ്ധത്തിന് ഉപയോഗിച്ചതും ആളുകളെ മർഡർ ചെയ്യാനൊക്കെ ഉപയോഗിച്ച വാളുകൾ അല്ലാത്തതൊക്കെ ആയിട്ട് അവിടെയുണ്ട്. അതിനൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് ചില ഫീലിങ്ങുകൾ കണ്ടെത്തി അതിൻ്റെ ആളുകളെ അതുകൊണ്ട് മർഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അങ്ങനെ ഒട്ടനവധി വലിയ വലിയ അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് ഇതിൽ അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇനിയൊരു ഒരാളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, അയാളുടെ സ്നേഹത്തെക്കുറിച്ച്, അയാളുടെ സാമ്പത്തിക അടിസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ദ ടെക്നോളജി ഓഫ് ഹീലിംഗ് സട്ടിൽ എനർജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ ഇനി നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി മേടിക്കാൻ പോവുകയാണ്. പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ അവിടെ കടയിൽ ധാരാളം മനോഹരമായ പച്ചക്കറികൾ ഇരിക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് കുറച്ച് നല്ല ഫ്രഷായിട്ട് തോന്നുന്നുണ്ടല്ലോ, നമുക്കത് നല്ലതാണോ, ഇതിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടോ, ഇത് ഇവർ പറയുന്നത് നല്ല വളമൊക്കെ ഇട്ടിട്ട് സാധാരണ നാടൻ വളമൊക്കെ ഇട്ട് നാടനാണെന്ന് പറയുന്നു. ഇത് ശരി തന്നെയാണോ, അതോ അതിൽ ഈ പെസ്റ്റിസൈഡ്സിൻ്റെയോ മറ്റുള്ള ആർട്ടിഫിഷ്യലായിട്ട് ചേർത്തിട്ടുള്ള കാര്യങ്ങളുടെ സ്വഭാവമുണ്ടോ, അതിൻ്റെ ദോഷമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ദ ടെക്നോളജി ഓഫ് ഹീലിംഗ് സട്ടിൽ എനർജി ഉപയോഗിക്കാം. അങ്ങനെ മാത്രമല്ല, നമുക്ക് ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങളെ കണ്ടെത്താനും ആ ചീത്ത ഊർജങ്ങളുടെ, ചീത്തയാണെങ്കിൽ അതിൻ്റെ മണത്തെയും, നല്ലതാണെങ്കിൽ അതിൻ്റെ ഫോമിനെയും അതിൻ്റെ ടേസ്റ്റ് പോലും നമുക്ക് ആ എനർജി സ്വീകരിച്ച് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു വ്യത്യസ്തമായ പരിശീലനമാണ് ദ ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജീസ്. മഹാത്മാ ചൊവാക്കോക്സി ഇത് സാധാരണക്കാർക്ക് പോലും പരിശീലിച്ച് പഠിക്കാനായിട്ട് വളരെ ലളിതമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എവർക്കും ഇത് വന്ന് പഠിക്കാൻ അവസരമുണ്ട്. ആർക്കും ഇത് പഠിക്കാം. 16 വയസ്സ് തികയണമെന്നേ ഉള്ളൂ. വന്ന് ഇത് പഠിച്ച് പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടാക്കാനായിട്ട് ഇത് സഹായിക്കും. ഏത് മേഖലയിൽ ഒരു കുട്ടിയെ ഏത് കോളേജിലാണ് ചേർക്കേണ്ടത്, മെഡിസിനാണോ ചേർക്കേണ്ടത്, കുട്ടിക്ക് എല്ലാത്തിലും ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഏത് കോളേജിലാണ്, ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടത് എന്ന് പോലും നമുക്ക് ഈ ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജി കൊണ്ട് നോക്കിക്കൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരാൾ വിഷമിച്ചിരിക്കുകയാണോ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ വിഷമിച്ചിരിക്കുകയാണോ, അതോ ആൾ അവിടെ സമാധാനമായിട്ടിരിക്കുകയാണോ എന്ന് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പാഠ്യപദ്ധതികൾ പരിശീലിച്ച് നിങ്ങൾക്ക് ഏവർക്കും ഒരു അതീന്ദ്രിയമായ ഒരു കഴിവിലേക്ക് വളരെ ലളിതമായ പരിശീലനങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. ഇത് പഠിച്ച് പരിശീലിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാനും പഠിക്കാനുമുള്ള സൗകര്യം ഉണ്ടാവട്ടെ. ഗുരുക്കന്മാരുടെയും സർവേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു. നമസ്തേ.